ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പൊട്ടറ്റോ സ്മൈലിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ മുഖത്ത് ഇതുപോലെ ഒരു ചിരിയൊക്കെ ഒന്ന് വിടരട്ടെ. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയിൽ അടിയിൽ കാണുന്ന ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റിലും കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ അത് വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു പൊട്ടറ്റോ സ്മൈലിക്കായിട്ട് 4 ഇടത്തരം ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കോൺഫ്ലവർ, അരിപ്പൊടി, ഉപ്പ്, ചാറ്റ് മസാല, ബ്രെഡ് ക്രംസ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് നല്ല പോലെ കൈ കൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ അതിൻ്റെ തരിയൊന്നുമില്ലാതെ നല്ല പോലെ തന്നെ കുഴച്ചെടുക്കാം. ഇവിടെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ 5.5 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 4 ടേബിൾ സ്പൂണോളം ചേർത്ത് ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഓൾറെഡി ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് പൊട്ടറ്റോസ് ഇത് വേവിച്ചെടുത്തത്. അപ്പം കുറച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഇതിലോട്ട് ചാറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ കുഴച്ച് വന്നപ്പോൾ നനവുണ്ട്. അപ്പോൾ ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം കൂടി ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുകയാണ്. ബ്രെഡ് ക്രംസ് ഞാൻ ഒന്ന് പൊടിച്ചിട്ട് ബ്രെഡ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല പോലെ കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലായിരിക്കണം ഇതിൻ്റെ മാവിരിക്കാൻ. ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടുപിടിക്കാതെ തന്നെ ആ ഒരു രീതിയിൽ ആവുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കുക. ഏകദേശം നമ്മുടെ മാവ് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ട് പിടിക്കുന്നില്ല. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നല്ല പോലെ ഒന്ന് ഇനി ഒന്നും കൂടി കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതിനൊരു ട്രിക്ക് ഉണ്ട്. പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കവർ എടുക്കുക. ആ കവറിലോട്ട് ഇത് നമ്മുടെ ഈ മാവ് വെച്ച് കൊടുത്തൊന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു തല അപ്പുറത്തെ തല മുട്ടുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താൽ മാത്രം മതി. നല്ല പോലെ തിന്നാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. കൂടുതൽ തിന്നായി പോകരുത്. അതുപോലെ തന്നെ കൂടുതൽ തിക്കായി പോയി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളു വേവില്ല. ഇനി നമ്മുടെ സ്മൈലി രൂപത്തിലാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു അടപ്പ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ട്രോ, ഒരു സ്പൂൺ, ഇത്രയാണ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. അതിനായി ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുമല്ല കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം. ഞാനിവിടെ അരിപ്പൊടിയാണ് വിതറിയിട്ടുള്ളത്. ഇനി ഈ ഒരു രൂപത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ മോൻ്റെ വാട്ടർ ബോട്ടിലിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിലുള്ള ഏത് അടപ്പും ഇളകിയെടുക്കാവുന്നതാണ്. എല്ലാതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിൻ്റെ കണ്ണ് വരച്ചു കൊടുക്കണം. ഇതിനായി ഇതുപോലെ സ്ട്രോ ഉപയോഗിച്ചിട്ടാണ് കണ്ണ് കുത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുത്തിയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കണ്ണ് ആ ഭാഗത്തുള്ള മാവ് അതിൻ്റെ ഉള്ളിൽ പെടും. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ണ് വരക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ വരക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന് നല്ല പോലെ അമർത്തിയിട്ട് അങ്ങോട്ട് കൂടെ ആക്കി കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതൊക്കെ ചെറുതായി വരും. അപ്പോൾ നമുക്ക് കണ്ണൊക്കെ വരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കണ്ണൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വായ ഒന്ന് റെഡിയാക്കണം. അതിനായി ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് സ്പൂണ് വെച്ചതിന് ശേഷം രണ്ട് ഭാഗത്തേക്കും റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശമൊക്കെ സ്മൈലി രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. വരക്കുമ്പോൾ ചിലതൊക്കെ കൂടിയ വായൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കണ്ണും വായൊക്കെ വരച്ച് വന്നിട്ടുണ്ട്, സ്മൈലി രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗം ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി വന്ന ഭാഗങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ സ്മൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇത് വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണയിലൊന്നും പൊരിച്ചെടുക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ തന്നെ പൊരിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ അധികം കുക്കാവാനൊന്നുമില്ല, ഓൾറെഡി വേവിച്ച ഉരുളക്കിഴങ്ങാണ്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. കണ്ടോ, ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കണ്ണും മൂക്കൊക്കെ വായൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് സ്മൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള സ്മൈലിയും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്മൈലിയൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയാൽ കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.